ഹായ് എവരിവൺ, വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ ട്യൂഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 10th ക്ലാസ്സിലെ ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള വെതർ ആൻഡ് ക്ലൈമറ്റ് ആണ്. ഓക്കെ, എന്താണ് വെതർ, എന്താണ് ക്ലൈമറ്റ്, എങ്ങനെ വെതറും ക്ലൈമറ്റും പരസ്പരം ഇന്റർലിങ്ക് ചെയ്തിരിക്കുന്നു, എന്താണ് സീസൺസ്, എന്താണ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലും വെതർ എന്താണ്, ക്ലൈമറ്റ് എന്താണ്, സീസണൽ റെയിൻഫാൾ എന്താണ്, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് എന്താണ്, അതേപോലെ തന്നെ സൈക്ലോൺസ് എന്താണ്, കൺവെൻഷണൽ റെയിൻഫാൾ എന്താണ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കവർ അപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഗോയിങ് ടു ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ജോഗ്രഫി ക്ലാസ് 10 ഈസ് വെതർ ആൻഡ് ക്ലൈമറ്റ്. എന്താണ് വെതർ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങൾ പറയാ? വെതർ മീൻസ് atmospheric conditions for a shorter period of time. Atmospheric conditions. എന്താണ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ, എന്താണ് ഫോർ എ ഷോർട്ടർ പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ഫോർ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ആണ് എന്ത് വെതർ എന്ന് പറയുന്നത്. ഒരു ചെറിയ പീരീഡ് ഓഫ് ടൈമിലോട്ട് നമ്മൾ എന്ത് പറയുന്നു, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ് എന്ത് വെതറിൽ. അതേപോലെ തന്നെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞ ആവറേജ് വെതർ ഫോർ എ ലോങ്ങർ പീരീഡ്. ആവറേജ് വെതർ ഫോർ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം ആണ് എന്ത് ഈ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഹിയർ വെതർ എന്ന് പറയുന്നത് ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, ഒന്നെങ്കിൽ മിനിറ്റ് ടു മിനിറ്റ് ആവാം, ഡേ ടു ഡേ ആണെങ്കിൽ അങ്ങനെയാവാം. എങ്ങനെയാണെങ്കിലും ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ വെതർ എന്ന് പറയുന്നു. ദെൻ ഈ ഒരു വെതർ ഫോർ 35 to 45 ഇയേഴ്സിലോട് നമ്മൾ ഈ ഒരു ആവറേജ് വെതർ കണ്ടുകൊണ്ട് അത് ഏത് ക്ലൈമറ്റ് അല്ലെങ്കിൽ അത് ഏതൊരു വിഭാഗത്തിൽ പെടുന്നു എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അതിനെ ക്ലൈമറ്റിക് സോൺ ആയിട്ട് പറയുന്നത്. സോ ഈ ഒരു വെതറും ക്ലൈമറ്റും തമ്മിലുള്ള ഒരു ഇന്റർലിങ്ക് ആണ് ഈ ഒരു ചാപ്റ്റർ എന്ത് പറയുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഗോയിങ് ടു വെതർ. എന്താണ് വെതർ എന്ന് പറയുന്നത്? വെതർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് സച്ച് ആസ് ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി ആൻഡ് പ്രസിപ്പിറ്റേഷൻ ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ആയിട്ടുള്ള ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നമ്മൾ വെതർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എന്താണ് മോർണിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോർണിംഗ് ടു ന്യൂൺ എന്ന് പറയുന്ന പീരീഡ് ഓഫ് ടൈമിൽ റെയിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? റെയിനി ഡേ എന്ന് പറയും. ഓക്കെ, അത് ഇന്നത്തെ അപ് ടു ഉച്ച വരെയുള്ള ഒരു വെതർ കണ്ടീഷനാണ് എന്ത് റെയിനി ഡേ എന്ന് പറയുന്നത്. ആഫ്റ്റർനൂണിൽ എന്തായിരിക്കാം? മഴ ഉണ്ടാവില്ലായിരിക്കാം. ആഫ്റ്റർനൂണിൽ മഴയ്ക്ക് പകരം എന്തായിരിക്കാം? ചൂടായിരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർനൂൺ നമുക്ക് എന്ത് പറയും? ഹോട്ട് ഡേ എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അങ്ങനെ മിനിറ്റ് ടു മിനിറ്റ് അല്ലെങ്കിൽ ഡേ ടു ഡേ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ്. അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ എന്ന് പറയുന്നത് എത്രത്തോളം അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിന്റെ അളവുണ്ട് എന്നുള്ളതാണ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ. അല്ലെങ്കിൽ എന്തിന്റെ അളവുണ്ട്? പ്രഷർ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ വിൻഡ് എത്രത്തോളം ഉണ്ട്, ഹ്യൂമിഡിറ്റി എത്രത്തോളം ഉണ്ട്, പ്രസിപ്പിറ്റേഷൻ ഇൻ ദ സെൻസ് എന്താണ്? റെയിൻ, ഹെയിൽ സ്റ്റോം തുടങ്ങിയതാണ് എന്ത് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഇറ്റ്സ് വെതർ എന്ന് പറയാൻ വേണ്ടി പറ്റും. അതായത് ഇന്നത്തെ ദിവസം മഴയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ വെതർ എന്ത് റെയിനി ഡേ എന്ന് പറയാൻ പറ്റും. പക്ഷെ മറിച്ച് നാളെ ഫുൾ വെയിലാണെന്നുണ്ടെങ്കിൽ അതൊരു ഹോട്ട് ഡേ അല്ലെങ്കിൽ ഒരു സണ്ണി ഡേ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. സോ വെതർ എന്ന് പറയുന്നത് എന്ത് പറ്റും? മിനിറ്റുകൾക്കകം അല്ലെങ്കിൽ ഡേക്ക് അകം എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കുന്ന
ഒരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ആണ് എന്ത് വെതർ എന്ന് പറയുന്നത്. ഓക്കെ, ദ എലമെന്റ് ഓഫ് വെതർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി എന്നൊക്കെയാണ്. ഇത് ടെമ്പറേച്ചറും പ്രഷറും വിൻഡും ഹ്യൂമിഡിറ്റിയാണ് വെതറിന്റെ എലമെന്റ്സ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ ഈ ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി ഒക്കെ എന്താണ്, അത് സൺലൈറ്റ് എത്രത്തോളം കിട്ടുന്നു എന്നതിനെയും കൂടി അഫക്ട് ചെയ്തിരിക്കും. അതിനെയും കൂടി എന്ത് ചെയ്തിരിക്കുന്നു, അതിന്റെ ഒരു എമൗണ്ടിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ എലമെന്റ് ഓഫ് വെതർ എന്തുന്നത് വരുന്നത്. സോ വെതർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒന്നുമില്ല, ജസ്റ്റ് അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ എത്രയുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഹോട്ട്നെസ് എത്രയുണ്ട്, പ്രഷർ എങ്ങനെയാണ്, വിൻഡ് എങ്ങനെയാണ്, അതിൽ ഹ്യൂമിഡിറ്റി എത്രത്തോളം ഉണ്ട്, പ്രസിപ്പിറ്റേഷൻ ഉണ്ടോ ഇല്ല എന്നുള്ള ഒരു കണ്ടീഷൻ ചെറിയ പീരീഡ് ഓഫ് ടൈം, ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, അത് ചിലപ്പം മിനിറ്റുകൾക്കകം വെതർ മാറാം അല്ലെ. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു അരമണിക്കൂറിന് ശേഷം എന്തിലോട്ട് മാറാം, അതൊരു സണ്ണി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് അല്ലെ ഒരു സിറ്റുവേഷനിലോട്ട് മാറാൻ വേണ്ടി പറ്റും. സോ അതാണ് എന്ത് പറയുന്നത്, വെതർ എന്ന് പറയുന്നത്. സോ വെതർ അതാണ് ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അപ്പം ചുമ്മാ നിങ്ങൾ എന്താണ് വെതർ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരൊറ്റ സെന്റൻസിൽ ആൻസർ ചെയ്താൻ വേണ്ടി പറ്റും. എന്താണ്, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലുള്ള അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വെതർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു വെതറിന് എക്സാമ്പിൾ? ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്ക് അറിയാവോ എന്തൊക്കെയാണ് എക്സാമ്പിൾ എന്നുള്ളത്? നമ്മൾ എങ്ങനെയാണ് ഈ വെതർ എന്ന് പറയുമ്പം ഏതൊക്കെ രീതിയിലാണ് എക്സാമ്പിൾസ് പറയാം? വെതർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വെതറിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്, ഹോട്ട് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ എന്താ, ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര ഹോട്ട് കണ്ടീഷൻ, സണ്ണി ഡേ ആണ് അല്ലെ, അല്ലെങ്കിൽ റെയിനി ഡേ എന്ന് പറയും അല്ലെ. ഇന്നത്തെ ദിവസം ഭയങ്കര മഴയുള്ള ദിവസമാണ്. ഇപ്പൊ ഇന്നത്തെ വെതർ എന്താണ്, മഴയാണ് ഇന്നത്തെ ഒരു വെതർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ വെതർ എന്താണ്, ഹോട്ട് ആയിട്ടുള്ള, ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര ചൂടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു സണ്ണി ഡേ എന്ന് പറയും. സണ്ണി ഡേ എന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ള ഒരു ദിവസം, അല്ലെങ്കിൽ വെയിലുള്ള ഒരു ദിവസമാണ്. ഇതാണ് വെതർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിനിറ്റുകൾക്കകം മാറാം അല്ലെ. ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അരമണിക്കൂർ കഴിഞ്ഞ് മഴ തോർന്നിട്ട് എന്ത് ചെയ്യും, വെയിൽ ഉദിക്കുന്ന രീതിയിലോട്ട് അങ്ങനെ മാറാം. അതാണ് എന്ത് വെതർ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് എലമെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് കാര്യം നിങ്ങൾ ഈ ഒരു ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്താണ്, വെതർ എന്താണെന്നാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ക്ലൈമറ്റ്, എന്തായിരിക്കാം ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ക്ലൈമറ്റ് എന്ന് പറയുന്നത് the average weather condition experienced for a longer period over the larger area. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാൻ വേണ്ടി പോകുന്നത്. എന്ത്, ഒന്ന് ആവറേജ് വെതർ കണ്ടീഷൻ ആണ്. ഓക്കെ, ആവറേജ് വെതർ കണ്ടീഷൻ എന്താണ്, ആവറേജ് വെതർ കണ്ടീഷൻ എന്ന് പറഞ്ഞാല് ഓക്കെ, ഇപ്പൊ നമ്മൾ പറയുന്നു എന്താണ്, മാർച്ച്, ഏപ്രിൽ, മെയ് എന്ന് പറയുന്നത് എന്താണ്, സമ്മർ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ്. അപ്പം സമ്മർ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, സമ്മർ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രദേശത്ത്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഏതൊരു പ്രദേശമാണോ നമ്മൾ കണക്കാക്കുന്നത് ആ ഒരു ഏരിയയില് കഴിഞ്ഞ 35 years എത്രത്തോളം വെതർ കണ്ടീഷൻ പ്രിവെയിൽ ചെയ്തിരിക്കുന്നു എന്ന് കണക്കാക്കിക്കൊണ്ട് അതിന്റെ ആവറേജ് വെതർ ഫിനോമിനാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്കാക്കുന്നു. അങ്ങനെയാണ് അത് ക്ലൈമറ്റ്, സമ്മർ ക്ലൈമറ്റ് ആണ് എന്ന് പറയുന്നത്. സോ ഒരു പ്രദേശത്ത് ഒരു ഏരിയയില് സമ്മർ ക്ലൈമറ്റ് ആണ് എന്നതിന്റെ അർത്ഥം എന്താണ്, കഴിഞ്ഞ 35 to 40 years ആ ഒരു ഏരിയയിൽ ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ എന്തായിരുന്നു, അവിടെ സണ്ണി ഡേയ്സ് ആയിരുന്നു. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സമ്മർ ക്ലൈമറ്റ് എ പ്രിവെയിൽഡ് ഫോർ എ ലാർജർ ഏരിയ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലൈമറ്റ് പറയുന്നത്. ഓക്കെ, എന്താണ് ആവറേജ് വെതർ കണ്ടീഷൻ എക്സ്പീരിയൻസ് ഫോർ എ ലോങ്ങർ പീരീഡ്. ഇപ്പൊ ലോങ്ങർ പീരീഡ് നമ്മൾ പറയുന്നുണ്ട്
ഇപ്പം അറൌണ്ട് 35 to 40 ഇയേഴ്സിൽ നമ്മൾ ഒരു പ്രദേശത്ത് ഒരു പ്ലേസിൽ എന്ത് ഡിറ്റർമൈൻ ചെയ്യാണ്? വെതർ കണ്ടീഷൻസ് ഡിറ്റർമൈൻ ചെയ്യാണ് അല്ലെ. അപ്പൊ 35 to 40 ഇയേഴ്സിൽ ഇന്ന പ്രദേശത്ത് ഇന്ന വെതർ ആണ് എന്ന് നമ്മൾ കണക്കാക്കിക്കൊണ്ട് അങ്ങനെ അതിന് നമ്മൾ എന്ത് പറയുന്നു? ആ ഒരു ലോങ്ങർ പീരീഡിൽ നമ്മൾ എന്ത് പറയുന്നു? ഇത് ഈ ഒരു പ്രദേശത്തെ ക്ലൈമറ്റ് എന്താണ്? സമ്മർ ആവാം, വിന്റർ ആവാം, അല്ലെങ്കിൽ റെയിൻ ക്ലൈമറ്റ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. സോ അതാണ് ഇവിടെ പറയുന്നത്. ദ ക്ലൈമറ്റ് ഓഫ് എ പ്ലേസ് ഇസ് ഡിറ്റർമൈൻ ബൈ കൺസിഡറിംഗ് ദ വെതർ കണ്ടീഷൻ അബൌട്ട് 35 to 40 ഇയേഴ്സ്. ഓക്കെ, സിമ്പിൾ ഒന്നുമില്ല. എന്താണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്? ക്ലൈമറ്റ് എന്ന് പറഞ്ഞാല് ഒരു ലാർജർ ഏരിയയില് ഓക്കെ ലോങ്ങർ പീരീഡ് ഓഫ് ടൈമില് ലാർജർ ഏരിയയില് ലോങ്ങർ പീരീഡ് ഓഫ് ടൈമില് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആവറേജ് വെതർ കണ്ടീഷനാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുമില്ല. എന്താണ്? ഒരു ലാർജ് ഏരിയയില് എന്ത് ചെയ്യുന്നു? ഇത്രത്തോളം പീരീഡ് ഓഫ് ടൈം 35 to 45 ഇയേഴ്സോളം നമ്മൾ എന്ത് ചെയ്യും? വെതർ എന്താണ്, അവിടുത്തെ വെതറിന്റെ സിറ്റുവേഷൻ എങ്ങനെയാണ്, ഏത് ടൈപ്പ് ഓഫ് വെതർ ആണോ ഉള്ളതെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കണക്കാക്കിയിട്ട് എന്നിട്ട് നമ്മൾ പറയും ഇവിടത്തെ, അതായത് ഇന്ന പ്ലേസിൽ ഇന്ന പീരീഡ് ഓഫ് ടൈമിൽ ഇന്ന ക്ലൈമറ്റ് ആണെന്ന് പറയും. ഇപ്പം ഈ കേരളത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ മാർച്ച്, ഏപ്രിൽ, മെയ് ഒക്കെ പറയുന്നത് ചൂട് കാലാവസ്ഥയാണ് അല്ലെ, സമ്മർ പീരീഡ് ഓഫ് ടൈം ആണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും? കേരളത്തിന്റെ ക്ലൈമറ്റ് സമ്മർ ആണ്. ഏത്? മാർച്ച് ടു ഏപ്രിൽ എന്ന് അല്ലെങ്കിൽ മാർച്ച് ടു മെയ് എന്ന് പറയുന്ന ഈ ഒരു പീരീഡ് ഓഫ് ടൈമില് സമ്മർ ക്ലൈമറ്റ് ആണ് കേരളത്തിൽ. ദാറ്റ് മീൻസ് ആ ഒരു മാസങ്ങളിൽ 35 to 45 ഇയേഴ്സ് പ്രീവിയസ് ആയിട്ടുള്ള 35 to 45 ഇയേഴ്സിൽ എന്തായിരുന്നു? ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് അത്രയും കൂടുതലായിരുന്നു, അത്രയും അധികം ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ആ ഒരു പ്ലേസിൽ എന്താണ്? സമ്മർ ക്ലൈമറ്റ് ആണെന്ന് പറയും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ക്ലൈമറ്റ് പറയുന്നത്. അപ്പം വെതർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെതർ മീൻസ് അപ്പം ആവറേജ് atmospheric conditions such as temperature, pressure, wind, humidity, precipitation for a short period of time ൽ ഒരു അറ്റ്മോസ്ഫിയറിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കിക്കൊണ്ട് അതിനെ ഡിറ്റർമൈൻ ചെയ്തുകൊണ്ട് നമ്മൾ മിനിറ്റ് ടു മിനിറ്റ് അല്ലെങ്കിൽ ഡേ ടു ഡേ, അതായത് ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ എന്ത് പറയുന്നു? അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ഇന്നതാണ് എന്ന് പറയുന്നതാണ് വെതർ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു വെതർ കണ്ടീഷൻ, ഈ ഒരു ആവറേജ് വെതർ കണ്ടീഷൻ നമ്മൾ ഒരു 35 to 45 ഇയേഴ്സ് കണക്കാക്കിയിട്ട് എന്നിട്ട്, അതായത് ലോങ്ങർ പീരീഡ് ഓഫ് ടൈം നമ്മൾ കണക്കാക്കിയിട്ട് ലാർജ് ഏരിയയിൽ നമ്മൾ പറയുന്നു ഇന്ന ക്ലൈമറ്റ് ആണ് എന്ന് പറയുമെങ്കിൽ ഇന്ന രീതിയിലാണ് അവിടെ ഹോട്ട്നെസ് അല്ലെങ്കിൽ ഇന്ന രീതിയിലാണ് അവിടെ റെയിൻ എന്ന് പറയുന്നതാണെങ്കിൽ അതാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇൻസൊലേഷൻ ആണ്. എന്താണ് ഇൻസൊലേഷൻ? ഇൻസൊലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇൻകമിങ് സോളാർ റേഡിയേഷൻ. എർത്തിലോട്ട് സണ്ണിൽ നിന്നും വരുന്ന സൺ റേസിനെയാണ് അല്ലെങ്കിൽ സൺ സോളാർ റേഡിയേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസൊലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സൺ. ഓക്കെ, ഇതാണ് സൺ എങ്കിൽ ഈ സണ്ണിൽ നിന്നും സോളാർ റേഡിയേഷൻ വരുന്നുണ്ട് അല്ലെ, അതായത് സൺ റേസ് വരുന്നുണ്ട്. ഈ സൺ റേസ് എർത്തിലോട്ട് എന്ത് ചെയ്യുന്നു? റേസ് ചെയ്യുന്നു. അങ്ങനെ എർത്തിലോട്ട് റേസ് ചെയ്യുന്ന ഈ സൺ റേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഇൻസൊലേഷൻ പറയുന്നത്. സോ ഓൺലി എ സ്മാൾ എമൗണ്ട് ഓഫ് എനർജി റേഡിയേറ്റഡ് ഫ്രം ദ സൺ റീച്ചസ് ദ എർത്ത് സർഫസ്. എർത്ത് സർഫസിലോട്ട് വളരെ ചെറിയൊരളവിൽ മാത്രമേ എന്തുള്ളൂ? ഈ സണ്ണിന്റെ റേസ് എത്തുന്നുള്ളൂ. കാരണം സൺ എത്രത്തോളം അപ്രോക്സിമേറ്റ്ലി 200 മില്യന്റെ 1 പാർട്ട് മാത്രമേ എന്തുള്ളൂ? ഈ സണ്ണിൽ നിന്നും എത്തുന്നുള്ളൂ. സണ്ണിൽ നിന്ന് 2 എനർജിയാണുള്ളത്. ഫസ്റ്റ് വൺ ഹീറ്റ് എനർജി, സെക്കൻഡ് വൺ ലൈറ്റ് എനർജി അല്ലെ. ഇതിൽ നിന്നും ലൈറ്റ് എനർജിയാണ് സൺറൈസ്, അതിൽ ഹീറ്റും കൂടി ക്യാരി ചെയ്യുന്നുണ്ട് അല്ലെ. സോ 200 മില്യന്റെ ഓൺലി സ്മോൾ പാർട്ട്, 1 പാർട്ട് മാത്രമേ എന്തുള്ളൂ? എർത്തിലോട്ട് എത്തുന്നുള്ളൂ. സണ്ണിന്റെ എനർജിയിൽ നിന്നും വളരെ ചെറിയ പാർട്ട് മാത്രമേ എർത്തിലോട്ട് എത്തുന്നുള്ളൂ. അതിൽ തന്നെ the amount of sun rays reaching the surface is called insolation. So
whatever the amount will be, അല്ലെങ്കിൽ whatever the amount that reaches the earth from the sun is known as in the insolation. So the amount of sun rays that reaching earth surface from the sun എന്നാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസുലേഷൻ പറയുന്നത്. The amount of sun rays reaching the earth surface എത്രത്തോളം എമൗണ്ട് സൺറൈസ് എത്തുന്നുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസുലേഷൻ എന്ന് പറയുന്നത്. സോ ഇൻകമിങ് സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണെന്നുണ്ടെങ്കിൽ ഇൻകമിങ് സോളാർ റേഡിയേഷൻ എന്നാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസുലേഷൻ എന്ന് പറയുന്നത്. സണ്ണിൽ നിന്നും എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി എർത്തിൽ എത്തുന്നുണ്ടോ എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസുലേഷൻ പറയുന്നത്. ഓക്കെ, ഇൻസുലേഷൻ എന്ന് പറയുമ്പോൾ ഇത് ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു എന്താ പറയാ നെടുന്തൂണാണെങ്കിൽ വേണേൽ പറയാം. ഈ ഇൻസുലേഷനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള എല്ലാ കൺസെപ്റ്റും നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സോ ഇൻസുലേഷൻ നിങ്ങൾ എന്ത് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കണം. ഓക്കെ, ദെൻ ടെറസ്ട്രിയൽ റേഡിയേഷൻ. എന്താണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ? ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ ബൈ ടെറസ്ട്രിയൽ? എന്തായിരിക്കും ടെറസ്ട്രിയൽ എന്ന് പറയുന്നത്? ടെറസ്ട്രിയൽ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു എർത്ത്, അല്ലെ? എർത്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, ടെറസ്ട്രിയൽ എന്ന് പറയുന്നത്. ഓക്കെ, എർത്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ടെറസ്ട്രിയൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ കൺസിഡർ ദിസ് ആസ് സൺ. ഇതാണ് സൺ എന്ന് വിചാരിക്കുക. സപ്പോസ് ദിസ് ഇസ് സൺ. വളരെ വിശാലമായ ഒരു സണ്ണിനെയാണ് ഞാൻ വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് സണ്ണായിട്ട് തോന്നുന്നില്ലെങ്കിൽ അത് എന്റെ മാത്രം കുറ്റമല്ല, നിങ്ങളെയും കൂടി കുറ്റാണ്, അല്ലേ? സോ ഇതാണ് സൺ. കുറച്ചുകൂടി നമുക്ക് ഷെയ്ഡ് കൊടുക്കാം, അല്ലേ? അതെ, വൗ, മനോഹരമായ സൂര്യൻ. ഇതിലും മനോഹരമായിട്ട് ആരും വരയ്ക്കില്ല. ഓക്കെ, ദിസ് ഈസ് സൺ. ഈ സണ്ണിൽ നിന്നും എന്തുണ്ട്, സൺ റേസ് എർത്തിലോട്ട് പതിക്കുന്നുണ്ട്. അതിന് നമ്മളൊരു പേര് പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? എന്താ പേര് പഠിച്ച്? എർത്തിന്റെ സർഫസിലോട്ട് എത്തുന്ന സൺ റേസിന് നമ്മൾ പറയും ഇൻസുലേഷൻ. ഓക്കെ, ദിസ് ഈസ് ഇൻസുലേഷൻ. ഇതാണ് ഇൻസുലേഷൻ. ഓക്കെ, ഇതാണ് ഇൻസുലേഷൻ. ഈ ഇൻസുലേഷൻ വഴിയല്ല എന്താവുന്നത്, അറ്റ്മോസ്ഫിയർ ചൂടാവുന്നത്. സണ്ണിൽ നിന്നും റേസ് എർത്തിന്റെ സർഫസിലോട്ട് പതിക്കുന്നു ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. സൺ റേസ് അറ്റ്മോസ്ഫിയറിലൂടെയാണ് കടന്നു വരുന്ന കാര്യം നമുക്കറിയാം. പക്ഷേ അറ്റ്മോസ്ഫിയർ കൺസിഡറബിളി ഹീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടല്ല, ഈ ഇൻസുലേഷൻ കൊണ്ടല്ല. സോ അറ്റ്മോസ്ഫിയർ കൺസിഡറബിളി ഹീറ്റപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാണ് എന്നുള്ളതിലുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ടെറസ്ട്രിയൽ റേഡിയേഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, അറ്റ്മോസ്ഫിയർ ഹീറ്റ് ആവുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ മനോഹരമായ സൂര്യൻ, എന്റെ മനോഹരമായ സൂര്യനിൽ നിന്നും എന്ത് വരുന്നുണ്ട്, സൺറൈസ് വരുന്നുണ്ട്, അല്ലെ? അങ്ങനെ വരുന്ന ഈ സൺറൈസ് എന്ത് ചെയ്യും, എർത്തിന്റെ സർഫസിൽ തട്ടിയിട്ട് എന്ത് സംഭവിക്കും, എർത്തിന്റെ സർഫസിൽ തട്ടിയിട്ട് എർത്ത് ഇതിനെ റിഫ്ലക്ട് ചെയ്യും, അല്ലെങ്കിൽ റേഡിയേറ്റ് ചെയ്യും. ഇതിനാണ് എർത്ത് എന്ത് ചെയ്യും, ഈ വരുന്ന ഇൻകമിങ് സോളാർ റേഡിയേഷന് റേഡിയേറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഓക്കെ, സോ സണ്ണിൽ നിന്നും വരുന്ന എനർജി, സൺറൈസ് എർത്തിൽ തട്ടിയിട്ട്, എർത്തിന്റെ സർഫസിൽ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, റേഡിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഒന്നുകൂടി വരച്ചുതരാം. എന്റെ വര അത്ര മോശമായതുകൊണ്ടൊന്നല്ല, ബട്ട് ഞാൻ പിക്കാസോയുടെ പെങ്ങളും കൂടി ആയതുകൊണ്ട് ഞാൻ അഗെയിൻ ഒന്നുകൂടി വരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, സോ ഇതാണ് സൺ. ലോകത്തിലെ ഏറ്റവും മനോഹരമായ സൂര്യനാണത്. ഓക്കെ, ക്ലിയർ? ഈ സണ്ണിൽ നിന്നും ഒരു എനർജി വരുന്നുണ്ടോ നമ്മൾ പഠിച്ചല്ലോ. സൺ റേസ്
വരുന്നുണ്ട് അല്ലെ. ഇതിന് നമ്മൾ എന്ത് പറയും? എർത്തിന്റെ സർഫസിലോട്ട് സണ്ണിൽ നിന്ന് വരുന്ന ഈ എനർജിയെ നമ്മൾ എന്ത് പറയും? ഇൻസൊലേഷൻ എന്ന് പറയും.